ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബ്രാഡ്ലി കൂപ്പർ ഡയറക്ട് ചെയ്ത് ആഡ്രിയൻ ബ്രോഡി പ്രധാന വേഷത്തിൽ വരുന്ന ബെസ്റ്റ് പിക്ചർ നോമിനേഷൻ കിട്ടിയ ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. ഒരു എപ്പിക് പീരിയഡ് ഡ്രാമ എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് ദ ബ്രൂട്ടലിസ്റ്റ്. ഹോളോകോസ്റ്റ് സർവൈവറായ ഒരു ജൂവിഷ് ആർക്കിടെക്റ്റിന്റെ ജീവിതവും അയാൾ അമേരിക്കയിലേക്ക് കുടിയേറിയതിനു ശേഷം അയാളുടെ ലൈഫിൽ ഒരു മാഗ്നം ഓപ്പസ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആർക്കിടെക്ചറൽ വർക്കിന്റെ സൃഷ്ടിയിലേക്ക് അയാൾ എത്താൻ ശ്രമിക്കുന്നതുമാണ് ഈ സിനിമയുടെ കഥ. ഒരു സൈഡിൽ നിന്ന് ആ വർക്കിന്റെ പെർഫെക്ഷനിലേക്ക് അയാൾ എത്താൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ നിന്ന് അയാളുടെ ലൈഫ് ഒരു ട്രാജഡിയിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു. 1950s അമേരിക്കൻ ഡ്രീമും പിന്നെ അക്കാലത്തെ ആർക്കിടെക്ചറിലും ആർട്ടിലും ഒക്കെ വന്ന സറിയലിസവുമാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന മറ്റ് തീമുകൾ. ഇതിനെ ഒരു എപ്പിക് സിനിമ എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ കാരണം ഈ ആർക്കിടെക്റ്റിന്റെ ലൈഫ് 3 പാർട്ടായി ഡിവൈഡ് ചെയ്യുന്ന 3.5 മണിക്കൂർ ഡ്യൂറേഷനുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ പതിവ് ഇംഗ്ലീഷ് സിനിമകൾ കാണാത്ത ഒരു ഇന്റർവെൽ ഉൾപ്പെടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലാസ്ലോ എന്ന ജൂയിഷ് ആർക്കിടെക്റ്റായി വരുന്നത് ആഡ്രിയൻ ബ്രോഡിയാണ്. മറ്റ് പ്രധാനപ്പെട്ട സപ്പോർട്ടിംഗ് റോളുകളിൽ വരുന്നത് ഗൈ പിയേഴ്സും അതുപോലെ ഫെലിസിറ്റി ജോൺസുമാണ്. ഇവരെ രണ്ടുപേരുടെയും പെർഫോമൻസ് ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അത്രയേറെ ഇമ്പാക്ട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ആഡ്രിയൻ ബ്രോഡി ഗംഭീര പെർഫോമൻസ് ആണ് ഇവിടെ. 3.5 മണിക്കൂറുള്ള ഈ സിനിമയെ നമ്മളെ പിടിച്ചിരുത്തുന്ന പ്രധാനപ്പെട്ട കാരണം അത് പുള്ളിയുടെ പെർഫോമൻസ് തന്നെയാണ്. വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമയാണെങ്കിലും ഇതിൽ ആ ഒരു വലിയ പീരീഡ് സിനിമയുടെ ആ ഒരു എപ്പിക് സ്കെയിലും ക്യാൻവാസും നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ആ വലിയ ഫീൽ കൊണ്ടുവരാൻ ഇതിലെ ഫ്രെയിമുകളിൽ കഴിയുന്നുണ്ട്. ബഡ്ജറ്റിന്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പല സീനുകളിലും AI യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന ഒരു പ്രശ്നം ഈ ഫിലിമിനുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഒരുപാട് കോൺട്രവേഴ്സിയും ക്രിറ്റിസിസവും ഈ ഫിലിം കേട്ടിരുന്നു. ഇനി നെഗറ്റീവ്സിലേക്ക് വന്നാൽ ഈ സിനിമയുടെ ലെങ്ത് ആണ് ഇവിടെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ. ഈ ആർക്കിടെക്ട് ഇത് ബിൽഡ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സ്ട്രെയിൻ പോലെയാണ് നമുക്ക് പലപ്പോഴും ഈ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. മെയിൻ പ്ലോട്ടിൽ നിന്ന് മാറി സബ് പ്ലോട്ടിലേക്ക് കടക്കുമ്പോൾ, അതായത് ഈ ആർക്കിടെക്റ്റിന്റെ പേഴ്സണൽ ലൈഫിലെ കോൺഫ്ലിക്റ്റിലേക്കൊക്കെ കടക്കുമ്പോൾ സിനിമ അല്പം ഡ്രാഗ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ക്യാരക്ടർ സ്റ്റഡി എന്ന നിലയിൽ സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസുകൾ കൊണ്ടും വിഷ്വൽസ് കൊണ്ടും പവർഫുൾ ആയിട്ടുള്ള സിനിമയാണെങ്കിലും സ്ലോ പേസും സിനിമയുടെ ലെങ്ത്തും ഈ എക്സ്പീരിയൻസിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതുമില്ല. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ദ ബ്രൂട്ടലിസ്റ്റ്. നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.